നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാക്കാതുരുത്തി ബദർ മസ്ജിദ് മഹല്ല് യോഗത്തിനിടെ സംഘർഷം. ഇരുവിഭാഗങ്ങളിൽ ഏറ്റുമുട്ടി 9 പേർക്ക് പരിക്ക്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം വാടനപ്പള്ളിയിൽ നടന്നു. മുരിയാട് കോന്തിപുരം പാടത്തു നിന്നും അനധികൃതമായി മണലെടുത്ത 3 അംഗ സംഘത്തെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. കാക്കാതുരുത്തി ബദർ മസ്ജിദ് മഹല്ല് ഭരണസമിതി യോഗത്തിനിടെ സംഘർഷം. ഭരണസമിതിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ പള്ളിക്ക് മുന്നിൽ ഏറ്റുമുട്ടി 9 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 10:30 മഹല്ല് ഭരണസമിതിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും സംയുക്ത യോഗം നടന്നുകൊണ്ടിരിക്കെയാണ് സംഘർഷമുണ്ടായത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് മഹലിൽ നിന്നും രാജിവെക്കേണ്ടി വന്ന ഖത്തീബിനോട് വിശദീകരണം ആരായാൻ വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചിരുന്നത്. ഇതിനിടെ യോഗത്തിൽ പങ്കെടുക്കുവാൻ വന്നിരുന്നവരുടെ വാഹനം മദ്രസയ്ക്ക് മുന്നിൽ വെച്ച് ഭരണസമിതിയെ എതിർക്കുന്നവരും തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. മദ്രസയ്ക്ക് അടുത്തു നിന്നിരുന്ന ഭരണസമിതി അനുകൂല പ്രവർത്തകരും ഭരണസമിതിയെ എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി. പലർക്കും ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റു. ഉടൻ തന്നെ SI D മിഥുന്റെ നേതൃത്വത്തിലെത്തിയ മതിലകം പോലീസാണ് രംഗം ശാന്തമാക്കിയത്. മദ്രസയ്ക്ക് മുന്നിൽ കൂടി നിന്നവരെ പോലീസ് വിരട്ടിയോടിച്ചു. അടിയേറ്റ് തലപൊട്ടിയ ലീഗ് പ്രാദേശിക നേതാവും പഞ്ചായത്ത് മുൻ മെമ്പറുമായ PK അബ്ദുൽ റഹീം, നിസാര പരിക്കുകളേറ്റ ഏറാട്ടുപറമ്പിൽ ഷിഹാബ്, ഇല്ലത്തുപറമ്പിൽ ഉമർ എന്നിവരെ കുറ്റിലക്കടവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിനിടെ പരിക്കേറ്റ മഹല്ല് ഭരണസമിതി അംഗം കോണത്ത് വീട്ടിൽ ഹാരിസ്, വൈപ്പിൻകാട്ടിൽ ഷഫീഖ്, കല്ലിപ്പറമ്പിൽ ഷിഹാബ്, കല്ലിപ്പറമ്പിൽ വാഹിദ്, പാലപ്പറമ്പിൽ റഷീദ്, വൈപ്പിൻകാട്ടിൽ ബദറുദ്ദീൻ എന്നിവരെ മതിലകം റിലീഫ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ഭരണസമിതി യോഗം നിർത്തിവെച്ചു. മഹല്ല് കമ്മിറ്റിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഇവിടെ പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് രാജിവെച്ച ഖത്തീബിനെ പുതിയ ഭരണസമിതിയുടെ യോഗത്തിൽ പങ്കെടുപ്പിക്കുവാൻ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഭരണസമിതിയെ എതിർക്കുന്നവരെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. ആരോപണ വിധേയനായ മുൻ ഖത്തീബാണ് വാഹനത്തിൽ വന്നിരുന്നതെന്ന് കരുതിയാണ് ഈ സംഘം വാഹനം തടഞ്ഞത്. അതേസമയം പഴയ ഖത്തീബിന് ജനങ്ങളുടെ വിശദീകരണം നൽകുവാനുള്ള അവസരം നൽകുമെന്നത് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണെന്ന് മഹല്ല് ഭരണസമിതിയും പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തിലെയും 20ഓളം പേർക്കെതിരെ മതിലകം പോലീസ് കേസെടുത്തു. മുരിയാട് കോന്തിപുരം പാടത്തു നിന്നും അനധികൃതമായി മണലെടുത്തിരുന്ന 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിയാട് ആനന്ദപുരം സ്വദേശികളായ ചിട്ടത്തിൽ ശ്രീകുമാർ, മുല്ലശ്ശേരി വീട്ടിൽ വിമൻ റോയ്, വെട്ടിയാട്ടിൽ ശ്രീനിവാസൻ എന്നിവരെയാണ് SI അനിൽ T മേപ്പിള്ളിയും സംഘവും അറസ്റ്റ് ചെയ്തത്. മണൽ കടത്തിയിരുന്ന വാഹനവും മണൽ വാരാൻ ഉപയോഗിച്ചിരുന്ന 3 വഞ്ചികളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കൂടി പിടികൂടാനുണ്ട്. രാത്രി മുഴുവനും പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്നാണ് സംഘത്തെ പോലീസ് പിടികൂടിയത്. കോന്തിപുരം പാടത്തെ മണൽ വഞ്ചി ഉപയോഗിച്ച് വാരിയെടുത്ത് വാഹനങ്ങളിൽ കയറ്റി രാത്രികാലങ്ങളിൽ സംഘം കൊണ്ടുപോയിരുന്നത് പതിവാണെന്ന് പോലീസ് പറയുന്നു. സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് പിടിച്ചെടുത്ത വഞ്ചി തകർന്നു. SYS കൈപ്പമംഗലം മേഖലാ പ്രതിനിധി സമ്മേളനവും റാലിയും കാളമുറിയിൽ നടന്നു. പനമ്പിക്കുന്ന് സെൻട്രൽ LP സ്കൂളിൽ നടന്ന പ്രതിനിധി സമ്മേളനം PK ബാവദാരിമി ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ സെക്രട്ടറി ജഫർ മാസ്റ്റർ, സിറാജുദ്ദീൻ സക്കാഫി, ഫവൽ തങ്ങൾ എന്നിവരും സംസാരിച്ചു. സംഘകുടുംബത്തിന് അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ വന്ന വളരെ വിപുലമായ പ്രവർത്തന സംവിധാനങ്ങളും സംസ്ഥാനത്തൊട്ടുക്കും നമ്മുടെ സംഘടനയ്ക്ക് വന്ന വൈപുല്യവും കണക്കിലെടുത്തുകൊണ്ട് പുതിയൊരു ഘടക ക്രമീകരണത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി നാം തയ്യാറെടുക്കുകയായിരുന്നു. താഴെ യൂണിറ്റ് തലത്തിൽ നിന്നുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ മുതൽ സ്വരൂപിച്ച് നമ്മുടെ ജില്ലയിലെ നേതാക്കളുടെയും സംഘടനാ അനുഭാവികളുടെയും എല്ലാ ആളുകളുമായി കൂടിയാലോചനകൾ നടത്തി ആ കൂടിയാലോചനയുടെ ഫലമായാണ് നമുക്ക് ഈ പുതിയ ഘടക ക്രമീകരണങ്ങൾ. കാളമുറിയിൽ നിന്നും ആരംഭിച്ച റാലി 3 പീടികയിൽ സമാപിച്ചു. അക്ഷര കൈകളിലെ ആദരകരുത്തരായ ആദർശത്തിന്റെ കരുത്തരായ ഹരിതവള കുങ്കുമ അർദ്ധനക്ഷത്രവളയക്കും ബാംബുദത്തിൽ വർണ്ണപ്പതാക നെടുനെഞ്ചിലെത്തിയ SYSന്റെ ധർമ്മ സഖാക്കളെ വരുന്നത്
പതാകധാരിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെയായി കിടന്നിരിക്കുന്നത്. ആശീർവദിക്കുക, അനുവദിക്കുക, കാലുഷ്യത്തിന്റെ കടലിലുള്ള കണ്ണുകളെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമരപദങ്ങൾ നീന്തിക്കയറി സമരം കൊണ്ടൊരു ജീവിതമെഴുതാൻ സമരം കൊണ്ടൊരു ജീവിതമെഴുതാൻ. കയ്പമംഗലം ഫിഷർമെൻ സഹകരണ ബാങ്കിന്റെ കീഴിൽ സഹകരണ നന്മ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ ആരംഭിച്ച നന്മ സ്റ്റോർ ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ KR ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അഭിമാനിക്കത്തക്ക ഒരു സ്ഥാപനമാണ് കയ്പമംഗലം ഫിഷർമെൻ ബാങ്ക്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനം കേരളത്തിലെ എല്ലാ മത്സ്യമേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു മഹൽ മാതൃകയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ മറ്റൊരു ജില്ലയിലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എന്തെന്നാൽ ഈ ബാങ്കിന്റെ പൂർവികന്മാർ ശക്തമായ അടിത്തറയിലാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എത്ര തന്നെ വിപരീത കാലാവസ്ഥയിലും ഇതിന്റെ അടിത്തറ ഭദ്രമായതിനാൽ ഈ സ്ഥാപനം നശിക്കാൻ പോകുന്നില്ല ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ നന്മ യൂണിയന്റെ ഉദ്ഘാടനം. ബാങ്ക് പ്രസിഡന്റ് AV വാട്സൺ അധ്യക്ഷനായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. KV സുധാംശു മോഹൻ, പ്രീതി ഉണ്ണിക്കുട്ടൻ, PV മുഹമ്മദ്, KR സരിത എന്നിവരും സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ലത്തീൻ ദേവാലയം മുസ്ലിസ് ക്രിസ്മസ് കാർണിവലിലൂടെ സമാഹരിച്ച സാന്ത്വന സമാശ്വാസ നിധി വിതരണം ചെയ്തു. മതിലകം പള്ളിവളവ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ PM ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹിക്കുന്നതിനും അംഗീകരിക്കപ്പെടുന്നതിനേക്കാൾ അംഗീകരിക്കുന്നതിനുമായി ഏറ്റവും അവസാനമായി പറയുന്നത് കൊടുക്കുമ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത്. അതാണ് അതിൻ്റെ ആകത്തുകയായിട്ടുള്ള അന്തസത്ത. ഏതൊരു മതത്തിൻ്റെയും ഇനി മതമില്ല എന്ന് പറയുന്നവരുടെയും ആധ്യാത്മികതയുടെയും എല്ലാ അന്തസത്ത അത് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ഏത് വിഭാഗം എടുത്താലും എല്ലാവരും നമ്മളെ തൊട്ടടുത്തിരിക്കുന്നവരെല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണണമെന്ന് പറയുന്ന അനുശാസിക്കുന്ന സംഘാടക സമിതി ചെയർമാൻ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ സ്വാഗതം പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. ഫാദർ നിക്സൺ കട്ടാശ്ശേരി, വാർഡംഗം OA ജെൻറിൻ, സാലി ലൂയിസ് എന്നിവരും സംസാരിച്ചു. മതിലകം ആർട്സ് ഓഫ് കളരിപ്പറമ്പിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരും കഞ്ചിക്കോട് EDCയിലെ ടെക്നീഷ്യന്മാരും ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിന്റെ ഭാഗമായി 2000-ഓളം വീടുകളിൽ ജന ആരോഗ്യ സർവേ നടന്നു. 50ഓളം പ്രദേശങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി. ഡോക്ടർ VP ഗംഗാധരൻ എഴുതിയ ക്യാൻസർ ഇനി പേടി വേണ്ട എന്ന പുസ്തകത്തിന്റെ പ്രചരണവും ഉണ്ടായിരുന്നു. ഇടവേള.